ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനീഷ്. കൊല്ലം ജില്ലയിലെ ആയൂരാണ് എൻ്റെ സ്വദേശം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വെച്ചാൽ ചെമ്മണ്ണൂർ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പുതിയ പ്രോജക്റ്റായിട്ടുള്ള ഫിജിക്കാർഡിനെ കുറിച്ചാണ്. ഏതൊരു വ്യക്തിത്വത്തിനും രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ലൈഫിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാക്കാനും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും പുതിയൊരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഞാൻ അതിൻ്റെ ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ട്, അതിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്കവിടെ കാണാൻ കഴിയും, വെൽക്കം ടു ദ ഫിജിറ്റൽ വേൾഡ് എന്നാണ്. ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ആശയങ്ങളെ ഏകീകരിച്ചുകൊണ്ടാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ കമ്പനിയുടെ പേര് fijicar.com എന്നാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ടെക്നോളജിയുടെ ഒരു ചേഞ്ചസ് ആണ് കാണാൻ കഴിയുന്നത്. 2009 കാലഘട്ടത്തിന് മുമ്പ് നമ്മളെ ലാൻഡ് ഫോണുകളാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ 2009 ശേഷം ആൻഡ്രോയിഡ് ഫോണിലേക്ക് മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പല പല കച്ചവട രീതികളാണ് നമ്മൾ മുന്നോട്ട് കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെയോ സൂപ്പർ മാളിൻ്റെയൊക്കെ ആശയത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പം ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന 4 മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇ-കൊമേഴ്സ്, ഡയറക്റ്റ് സെല്ലിംഗ്, റെഫർ മാർക്കറ്റിംഗ്, ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇ-കൊമേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ നടത്തുന്ന ഏതൊരു കച്ചവട രീതിയെ നമുക്ക് ഇ-കൊമേഴ്സ് മേഖലയിലേക്ക് ഉൾപ്പെടുത്താം. അവിടെ തന്നെ ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ഇവിടെ ഇടനിലക്കാരോ പരസ്യക്കാരോ ഉണ്ടാവില്ല. നമ്മുടെ ഉൽപ്പാദകരിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് നേരിട്ട് നടത്തുന്ന കച്ചവടമാണ്. അവിടെ തന്നെ റെഫറൽ മാർക്കറ്റിംഗ് ആണ്. നമ്മൾ ജനങ്ങളുടെ ശൃംഖല വഴി വായ്മൊഴിയിലൂടെ നടത്തുന്ന ഒരു കച്ചവട രീതിയാണ് റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയും ഹെൽത്ത് ആൻഡ് വെൽനസ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയുള്ള കുറച്ച് ഫുഡ് പ്രോഡക്റ്റുകളാണ്. ഒരിക്കലും ഇത് മരുന്നുകളല്ല, ജ്യൂസ് ഐറ്റംസ് ആണ് നമ്മളെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇ-കൊമേഴ്സിൻ്റെ ഒരു ഓൺലൈൻ റീറ്റെയിൽ റവന്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2009 കാലഘട്ടത്തിൽ ഈ ഒരു മേഖലയിലൂടെ നമ്മുടെ രാജ്യത്ത് 390 കോടി രൂപയുടെ കച്ചവടമാണ് നടന്നെങ്കിൽ അത് 2016 ആയപ്പോഴത്തേക്കും 3800 കോടിയായിട്ട് വർദ്ധിച്ചു. എന്നാൽ 2026 ആകുമ്പോഴത്തേക്കും അത് 20,000 കോടി രൂപയുടെ കച്ചവടം നടക്കുമെന്നാണ് നമ്മുടെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നതെങ്കിലും 2023-24 കാലഘട്ടം എത്തിയപ്പോൾ തന്നെ ഈ ഒരു ഗ്രാഫൊക്കെ മറികടന്ന് പോയിട്ടില്ലായിട്ട് കാണാം. അങ്ങനെ സക്സസ്ഫുള്ളായ ഒരുപാട് ബിസിനസ്സുകൾ നമുക്കിവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക്, ആമസോൺ, ഓല, ഫ്ലിപ്കാർട്ട്, അങ്ങനെ അനവധി ഒരുപാട് ബിസിനസ്സുകൾ കാണാൻ കഴിയും. അപ്പം ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ഒരു വളർച്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 33 കോടി ജനങ്ങൾ മാത്രമുള്ള അമേരിക്കയിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും 3,37,810 കോടി രൂപയുടെ കച്ചവടമാണ് ഈ ഒരു മേഖലയിലൂടെ നടന്നെങ്കിൽ പല പല രാജ്യങ്ങളിലെയും ഗ്രാഫുകൾ നമുക്ക് കാണാം. മലേഷ്യ എന്ന് പറയുന്ന വളരെ ചെറിയൊരു രാജ്യം, ഒരു 3 കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു രാജ്യമാണ്. എന്നാൽ അവിടുത്തെ വിറ്റുവരവ് പോലും 30,550 കോടിയാണെങ്കിൽ ലോക ജനസംഖ്യയിൽ ഇപ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. 142 കോടിയോളം ജനങ്ങളുണ്ട്. എന്നാൽ അവിടുത്തെ ഒരു വിറ്റുവരവ് എന്ന് പറയുമ്പോൾ ഒരു 19,000 അല്ലെങ്കിൽ 20,000 കോടി രൂപ മാത്രമേ ഉള്ളൂ. എന്താണ് ഈ ഗ്രാഫ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ, നമ്മൾ ഈ ഒരു മേഖലയെക്കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ ഏറ്റെടുത്ത് ചെയ്യാനോ തയ്യാറായിട്ടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജനസംഖ്യ പോലെ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനവും എടുക്കാൻ പറ്റുന്ന ഒരു രാജ്യം നമ്മുടെ ഇന്ത്യയാണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം +2 ലെവൽ അല്ലെങ്കിൽ +2 കാലഘട്ടം തൊട്ട് തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ഇതൊരു പാഠ്യ വിഷയമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റികളുടെ അഡ്രസ്സുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലീഗൽ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയുടെ തന്നെ ഇൻകോർപ്പറേറ്റ് സർട്ടിഫിക്കറ്റും പാൻ കാർഡുമാണ് കാണിച്ചിരിക്കുന്നത്. കമ്പനിയുടെ ഓൺ പേരിൽ തന്നെയാണ് രണ്ടും വന്നിരിക്കുന്നത്. അതോടൊപ്പം ഗൈഡ് ലൈൻസ് നോക്കുകയാണെങ്കിൽ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ അംഗീകരിച്ച ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് കേരളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഏത് സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഏത് രാജ്യത്തോ ഉള്ളവരുമായിട്ടും ഈ ഒരു ബിസിനസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഗൈഡ് ലൈൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒട്ടനവധി ന്യൂസ് പേപ്പർ കട്ടിങ്ങുകൾ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കമ്പനി 2016 ദുബായിലാണ് വരുന്നത്. അതിനുശേഷം 2018 ഇവിടെ ഒരു നിയമവ്യവസ്ഥ വന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു. തൃശ്ശൂർ നല്ലായിയാണ് നമ്മുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനി 2018 ജൂലൈ 8-ാം തീയതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൻ്റെ പിറ്റേ ദിവസത്തെ എല്ലാ പ്രമുഖ പത്രങ്ങളിലും ഇതൊരു വാർത്തയായിട്ട് തന്നെ വന്നു. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ളൊരു മേഖല നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു. ചെമ്മണ്ണൂർ ഗ്രൂപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു വ്യക്തിത്വത്തെ ഞാൻ പരിചയപ്പെടുത്താതെ തന്നെ എല്ലാവർക്കും അറിയാം, ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ. ഇദ്ദേഹമാണ് നമ്മുടെ കമ്പനിയുടെ 100% ഷെയർ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. 162 വർഷത്തെ പ്രവൃത്തി പാരമ്പര്യമുള്ള കുടുംബത്തിലെ 4ാം തലമുറക്കാരനാണ് ഇദ്ദേഹം. അതോടൊപ്പം തന്നെ 59ഓളം ജ്വല്ലറികളും 120ഓളം ബിസിനസ് സംരംഭങ്ങളും ഉള്ള ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ബിസിനസ്മാനാണ്. അതിലുപരി ചാരിറ്റിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളെല്ലാം റൺ ചെയ്തു പോകുന്നത്. നമ്മുടെ കമ്പനിക്ക് വ്യക്തമായിട്ട് തന്നെ ഉള്ള ഒരു വിഷനും മിഷനും ഉണ്ട്. ഈ ഒരു കമ്പനിയിലൂടെ നമ്മളെല്ലാം സാമ്പത്തികമായിട്ട് ഉന്നതിയിലേക്ക് കൊണ്ടുവരിക. നമ്മളെ ഉന്നതിയിലേക്ക് വരുമ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ രാജ്യം ഉന്നതിയിലേക്ക് എത്തും. അതാണ് കമ്പനിയുടെ വിഷനും മിഷനും എന്ന് പറയുന്നത്. ഇവിടെ കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. തൃശ്ശൂർ നല്ലായിൽ കമ്പനിയുടെ പണി തീർത്തുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് ഓഫീസ് കാണാം. അതോടൊപ്പം വെയർ ഹൗസുകൾ കാണാം, തിരുപ്പൂരിലെ തുണിമില്ല്. അതോടൊപ്പം നമ്മളിലേക്ക് പ്രോഡക്റ്റുകൾ എത്തിക്കുന്ന വെഹിക്കിളുകളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും ചെയ്യാൻ പറ്റുന്ന 2 ആശയങ്ങളാണെന്ന്. ഫിസിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറുകളുടെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഏകദേശം 82ഓളം സ്റ്റോറുകളുണ്ട് കേരളത്തിലുടനീളമായിട്ട്. അതോടൊപ്പം ഫിജി ബ്രാൻഡ് ഏതൊരു കമ്പനിയും ചെയ്യുന്നത് പോലെ തന്നെ പ്രോഡക്റ്റുകളുടെ സെല്ലിംഗ് ആണ് നമ്മുടെ കമ്പനി മുന്നോട്ട് വെച്ചിരിക്കുന്നതിൽ. കമ്പനിയുടെ ഓൺ പ്രോഡക്റ്റുകളാണ് കാണിച്ചിരിക്കുന്നത്. അരിസുക്ത, ഫിജി ഗ്രീൻ, ലീ ബേബീസ്, ടിവോണ പെയിൻറ്റ്, അങ്ങനെ കമ്പനിയിലെ ഒട്ടനവധി പ്രോഡക്റ്റുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പം കമ്പനിയെക്കുറിച്ചും മാനേജ്മെൻറ്റിനെക്കുറിച്ചും പ്രോഡക്റ്റിനെക്കുറിച്ചും എല്ലാം ഞാൻ പറഞ്ഞുവെങ്കിൽ തന്നെയും നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് വരുമാനം എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മളെ ആരാണോ ഈ ഒരു ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയത് ആ വ്യക്തിയിലേക്ക് നമ്മുടെ KYC ഡോക്യുമെൻറ്റ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നോമിനി നെയിം, ഫോൺ നമ്പറും കൊടുത്തുകൊണ്ടാണ് ഈ ഒരു കമ്പനിയിലേക്ക് പാർട്ട്ണറായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മളൊരു 100 പോയിൻറ്റിൻ്റെ പ്രോഡക്റ്റുകൾ കൂടി വാങ്ങിക്കൊണ്ടാണ് ഈ ഒരു കമ്പനിയുടെ പാർട്ട്ണറായിട്ട് എത്തുക. ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നമ്മളെ പ്രൂഫുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ഒരു കമ്പനിയിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ ആരാണോ പരിചയപ്പെടുത്തിയത് ആ വ്യക്തിയായിരിക്കും ഈ ഒരു ഫോം ഫില്ല് ചെയ്യുക. അങ്ങനെ ഫില്ല് ചെയ്ത് പാർട്ട്ണറായിട്ട് നമ്മൾ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ കമ്പനി നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ വരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് 2 തരത്തിലാണ് പ്രൊമോട്ട് ചെയ്യുന്നത്, ഓൺലൈനായിട്ടും ഫിസിക്കലായിട്ടും. ഓൺലൈൻ പ്രൊമോഷൻ എന്ന് വെച്ചാൽ സൂം വഴി നമുക്ക്, സൂം എന്ന് പറയുന്ന ഒരു ആപ്പ് വഴി എവിടെ ഇരിക്കുന്നവരുമായിട്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിൻ്റെ ആശയം കൈമാറാം. ഫിസിക്കൽ പ്രൊമോഷൻ എന്ന് വെച്ചാൽ ആർക്കാണോ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് ആ വ്യക്തിയിലേക്ക് നമ്മൾ നേരിട്ട് ചെന്ന് കണ്ട് ഇതിൻ്റെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഫിസിക്കൽ പ്രൊമോഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കമ്പനി കുറച്ചധികം വരുമാനം, കമ്പനി ഏകദേശം ഒരു 7 തരത്തിലുള്ള വരുമാനമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്നത്. റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ് ആൻഡ് വാർഡ്സ് എന്ന് പറയുന്ന 7 തരത്തിലുള്ള വരുമാനമാണ് തരുന്നത്. ആദ്യത്തെ വരുമാനം വെച്ചാൽ ഒരു റീറ്റെയിൽ പ്രോഫിറ്റാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ പ്രൂഫുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ കമ്പനിയിലെ പാർട്ട്ണറായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് കമ്പനി ആരാണോ വരുന്നത് ആ വ്യക്തിയുടെ ഓൺ പേരിൽ തന്നെ ഒരു വെബ് ലിങ്ക് കൂടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വെബ് ലിങ്ക് എടുത്തിട്ട് നമ്മുടെ ബന്ധുക്കളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ നമ്മൾ വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഒക്കെയോ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. തീർച്ചയായിട്ടും ആ വ്യക്തികളത് നമുക്ക് പ്രിയപ്പെട്ടവരായതുകൊണ്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ പേരിൽ തന്നെ ഒരു ഷോപ്പാണ്. ഏകദേശം 8000ഓളം പ്രോഡക്റ്റുള്ളൊരു ഷോപ്പാണ് ഓപ്പണായിട്ട് വരുന്നത്. അതിൽ നിന്ന് ആ വ്യക്തികൾ എന്ത് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് വാങ്ങിയാലും കമ്പനി ഒരു 7 ദിവസത്തിനും 15 ദിവസത്തിനും അകത്ത് വെച്ചിട്ട് ആ വ്യക്തിയിലേക്ക് ആ പ്രോഡക്റ്റ് നേരിട്ട് എത്തിച്ചു കൊടുക്കുകയും ഇതിൻ്റെ ലാഭവിധം ആരാണോ ഈ ഒരു വെബ് ലിങ്ക് അയച്ചു കൊടുത്തത് ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്കാണ് അയച്ചു കൊടുക്കുന്നതാണ് ആദ്യത്തെ വരുമാനം എന്ന് പറയുന്നത്. അവിടെ ഒരു എക്സ്പാൻഷൻ ബോണസാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തികൾക്ക് 2 തരത്തിൽ ഈ ഒരു കമ്പനിയിലേക്ക് കടന്നു വരാം. ഒന്ന് പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയും, 2 നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് ബിസിനസ് ചെയ്യാനാണ് വരുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയാണ് ഒരു ബന്ധു വരുന്നതെങ്കിൽ അദ്ദേഹം വന്നിട്ട് 1 പോയിൻറ്റിൻ്റെ പേസ്റ്റും, ഒരു സുഹൃത്ത് വന്നിട്ട് 1 പോയിൻറ്റിൻ്റെ സോപ്പുമാണ് വാങ്ങുന്നതെങ്കിൽ അവിടെ പോയിൻറ്റുകളാണ് മാച്ച് ചെയ്യുന്നത്. 1 പോയിൻറ്റുകൾ മാച്ച് ചെയ്ത് കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്ക് 20 രൂപയാണ് തരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവോ സുഹൃത്തോ നമ്മളോടൊപ്പം ചേർന്ന് നിന്ന് ബിസിനസ് ചെയ്യാനാണ് വരുന്നതെങ്കിൽ ഒരു ബന്ധു വന്നിട്ട് ഒരു 100 പോയിൻറ്റിൻ്റെ പ്രോഡക്റ്റും ഒരു സുഹൃത്ത് വന്നിട്ട് ഒരു 100 പോയിൻറ്റ് പ്രോഡക്റ്റുമാണ് വാങ്ങുന്നതെങ്കിൽ 100 കൂടെ മാച്ച് ചെയ്ത് കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്ക് 2000 രൂപ തരുന്നു. അങ്ങനെ നമ്മുടെ കടയിൽ ഒരു ബന്ധുവിൻ്റെ സൈഡിൽ 500ഉം മറ്റൊരു സുഹൃത്തിൻ്റെ സൈഡിൽ 500 പോയിൻറ്റ് കച്ചവടം നടക്കുമ്പോഴത്തേക്ക് ഒരു 10000 രൂപയാണ് കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്നത്. എന്നാൽ നമ്മൾ 2 കട തുടങ്ങി 2 കടയിലും ഒരേ കണക്ക് തന്നെ കച്ചവടം പോകണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇപ്പോൾ ഒരു ബന്ധുവിൻ്റെ സൈഡിൽ ഒരു 500 പോയിൻറ്റ് കച്ചവടവും സുഹൃത്തിൻ്റെ സൈഡിൽ ഒരു 1000 പോയിൻറ്റ് കച്ചവടമാണ് നടക്കുന്നതിൽ 500ഉം കൂടെ മാച്ച് ചെയ്ത് കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്ക് 10000 രൂപ തരുന്നു. ബാക്കി 500 പോയിൻറ്റ് ക്യാരി ഫോർവേഡ് ചെയ്ത് പിന്നെ എപ്പോഴാണോ മാച്ച് ചെയ്യുന്നത് അങ്ങനെ മാറ്റിയിടുന്നു. അങ്ങനെ ഒരു 1500ഉം പോയിൻറ്റ് കച്ചവടം നടക്കുമ്പോഴത്തേക്ക് കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്ക് 30000 രൂപയാണ് തരുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും 1 പോയിൻറ്റ് മുതൽ 1500 പോയിൻറ്റ് വരെ മാച്ച് ചെയ്യുമ്പോഴത്തേക്ക് 20 രൂപ മുതൽ 30000 രൂപ വരെ നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു അവസരമാണ്. ഈ ഒരു 30000 എന്ന് പറയുന്നത് നമുക്ക് ഒരു വർഷത്തിലോ ഒരു മാസത്തിലോ ഒരാഴ്ചയിലോ അല്ല, ഒരു ദിവസം എടുക്കാൻ പറ്റുന്ന വരുമാനമാണ്. അങ്ങനെ ഒരു മാസം നമുക്ക് 9 ലക്ഷം രൂപ വരെ ഈ ഒരു വരുമാന രീതിയിലൂടെ നേടിയെടുക്കാം. അതോടൊപ്പം ഒരു ജനറേഷൻ ബോണസാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ബന്ധു വരുന്നു, അത് നമ്മുടെ ഫസ്റ്റ് ജനറേഷനും അവരിലൂടെ വരുന്നത് നമ്മുടെ സെക്കൻഡ് ജനറേഷനും, അങ്ങനെ ഒരു 9 ജനറേഷൻ വരെ ടാലി ആകുമ്പോഴത്തേക്ക് കമ്പനിയിലെ മൊത്തം നടക്കുന്ന കച്ചവടത്തിൻ്റെ 20% മുതൽ 50% വരെ നമുക്ക് വീതിച്ച് തരുന്നു. അതാണ് ജനറേഷൻ ബോണസ് എന്ന് പറയുന്നത്. അവിടെ ഒരു ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ 1 പോയിൻറ്റ് മുതൽ 2000 പോയിൻറ്റ് വരെ മാച്ച് ചെയ്യുമ്പോഴത്തേക്ക് കമ്പനിയിൽ നിന്ന് 40000 രൂപ നമ്മൾ വരുമാനമായിട്ട് മേടിക്കുന്നു. ആ വരുമാനമായിട്ട് മേടിക്കുന്ന സമയത്ത് നമ്മൾ കമ്പനിയുടെ
മൂന്നാമത്തെ റാങ്കിലേക്ക് നമ്മൾ എത്തുന്നു. അതായത് സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുമ്പോഴാണ് നമുക്കൊരു ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി തരുന്നത്. ഒരു കുടുംബത്തിലെ 4 പേർക്ക് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജാണ്. അതോടൊപ്പം നമുക്ക് എല്ലാവർക്കും എന്താണ് മാസം ഒരു വരുമാനം എന്ന രീതിയിൽ ഒരു മന്ത്ലി പെർഫോമൻസ് ബോണസ് രീതിയിൽ കമ്പനി ഒരു 15,000-നും 20,000-നും ഇടയ്ക്ക് ഒരു എമൗണ്ടാണ് കമ്പനി നമുക്ക് തരുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ 3 തലമുറ വരെ സെക്യൂർ ആക്കാൻ പറ്റുന്ന ഒരു നോമിനി ഫെസിലിറ്റി കൂടി ഈ ഒരു മൂന്നാമത്തെ റാങ്കിലെത്തുമ്പോഴത്തേക്ക് കമ്പനി നമുക്ക് തരുന്നുണ്ട്. അതോടൊപ്പം ഒരു ആനുവൽ പ്രോഫിറ്റാണ്, നമുക്ക് വാർഷിക വരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടെ നമ്മുടെ കമ്പനി വെച്ചിട്ടുണ്ട്. കമ്പനിക്ക് മൊത്തം 13 റാങ്കുകളാണുള്ളത്. കമ്പനിയുടെ 11ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു വർഷം കമ്പനിയിൽ നടക്കുന്ന മൊത്ത കച്ചവടത്തിൻ്റെ ലാഭത്തിൻ്റെ 0.5% മുതൽ 1.5% വരെ നമുക്ക് കമ്പനി വീതിച്ച് തരുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ പെർഫോമൻസുകൾ കൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കമ്പനിയുടെ കുറച്ച് റിവാർഡ് നമുക്ക് തരുന്നുണ്ട്. കമ്പനിയുടെ 6ാമത്തെ റാങ്കായ ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്കിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്ക് കമ്പനി നമുക്കൊരു 50,000 രൂപയുടെ റൈഡർ ഫണ്ടാണ് തരുന്നത്. ഇത് നമുക്ക് ടാക്സും TDSും കട്ടിയതിനു ശേഷം 47,500 രൂപ ഒരു ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന പൈസയാണ്. അതോടൊപ്പം കമ്പനിയുടെ 10ാമത്തെ റാങ്കായ സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുമ്പോൾ ഒരു 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ട് കമ്പനി തരുന്നുണ്ട്. ഇതും നമുക്ക് ടാക്സും TDSും കട്ടിയതിനു ശേഷം 4,75,000 രൂപ ഒരു ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന പൈസയാണ്. അതോടൊപ്പം ഒരു ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് നമ്മളെ 11ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ കുടുംബത്തിലെ മറ്റൊരു വ്യക്തിയോടൊപ്പം നമുക്ക് യൂറോപ്പിലേക്ക് പോകാനുള്ള ഒരു അവസരമാണ്. ഇത് നമുക്ക് 10 ലക്ഷം രൂപയുടെ ഒരു പാക്കേജാണ്. ഒരിക്കലും കമ്പനി നമുക്ക് ക്യാഷായിട്ട് തരില്ല. ഒരു 21 ദിവസത്തെ ട്രിപ്പാണ്. കമ്പനി തീർച്ചയായിട്ടും നമ്മളത് കൊണ്ടുപോകും. അതോടൊപ്പം 12ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു 50 ലക്ഷം രൂപയുടെ കാർ ഫണ്ടാണ് കമ്പനി തരുന്നത്. ഇത് നമുക്ക് ടാക്സും TDSും കട്ടിയതിനു ശേഷം 47,50,000 രൂപ ഒരു ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന പൈസയാണ്. അതോടൊപ്പം ഒരു ഹാപ്പി ഹോം ഫണ്ട് കമ്പനിയുടെ ഏറ്റവും ടോപ്പ് റിവാർഡ് എന്ന് പറയുമ്പോൾ 13ാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോൾ നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് 1 കോടി രൂപയുടെ ഒരു വില്ലാ ഫണ്ടാണ് കമ്പനി നമുക്ക് തരുന്നത്. ഇത് നമുക്ക് ടാക്സും TDSും കട്ടിയതിനു ശേഷം 95 ലക്ഷം രൂപ ഒരു ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന പൈസയാണ്. അതോടൊപ്പം ഞാൻ പറഞ്ഞു 13 റാങ്കുകളുണ്ടെന്ന്. 13 റാങ്കുകളും അച്ചീവ് ചെയ്യേണ്ട പോയിൻറ്റുകളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം ഒരു ഫിജിറ്റൽ അക്കാഡമി ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും പല മേഖലയിൽ നിന്ന് ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നവരാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയെക്കുറിച്ച് നമുക്ക് എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എങ്ങനെ പറയണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പനി തന്നെ വെച്ചിരിക്കുന്ന കുറച്ച് അക്കാഡമികളാണ്. ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അക്കാഡമിയാണ്. അതോടൊപ്പം കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസിനെ, റീജിയണൽ ഓഫീസിനെ, മാർക്കറ്റിംഗ് ഓഫീസിൻ്റെയൊക്കെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമേ എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് വിനീഷ് എന്നാണ്. കൊല്ലം ജില്ലയിലെ ആയൂരാണ് എൻ്റെ സ്വദേശം. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തി. നിങ്ങൾക്കിത് കേട്ടതിന് ശേഷം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ഡൗട്ടും പരിഹരിച്ച് നമ്മളോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങളെ ഏറ്റെടുക്കാൻ ഞാൻ സഹായിക്കാം. ഓക്കെ, താങ്ക് യു.